നമസ്കാരം. നെറ്റിപ്പട്ടം മേക്കിംഗ് 6 ഫീറ്റിൻ്റെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ബാക്കിൽ വെൽവെറ്റ് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതേ കുറച്ച് മേൽഭാഗത്ത് മടക്ക് വരാനുള്ള അത്രയും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ സൈഡ് വശം എക്സ്ട്രാ ഇടണം. നമുക്ക് നൂല് അരങ്ങ് കെട്ടിയത് അതിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മുറിച്ചെടുത്തിട്ട് കാണാം. ഇപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലോട്ടും കുറച്ച് എക്സ്ട്രാ പോർഷൻസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ഹെഡിങ് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ രണ്ട് സൈഡിലും, അതായത് ആ ഗോൾഡൻ്റെ ഏരിയയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മുടെ സൈഡ് ബീഡ്സ് കൂട്ടി ആണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഇനി ഓരോന്നും പശ തേച്ചിട്ട് നമുക്ക് ആ ഗോൾഡൻ ഏരിയ നമ്മുടെ ഫുള്ള് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മേളിൽ ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, ആ ഒരു രീതിയിൽ നമുക്ക് ഹെഡിങ് വരണം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെൽവെറ്റ് കട്ട് ചെയ്യാനായിട്ട്. ചിലർ ആദ്യമേ തന്നെ വെൽവെറ്റും കട്ട് ചെയ്തിട്ട് എല്ലാ തുണികളും ഒട്ടിച്ചിട്ട് ലാസ്റ്റ് ബീഡ്സിൻ്റെ വർക്ക് തുടങ്ങുന്നവരുണ്ട്. എങ്ങനെയാണെന്ന് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റാണ് ഒട്ടിച്ചെന്നേ ഉള്ളൂ. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളതിൻ്റെ വെൽവെറ്റ് പുറകിൽ ഒട്ടിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബോൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ വെൽവെറ്റ് ഒട്ടിക്കുമ്പം ഇതിന് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇത് ഒട്ടിക്കാഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ കമ്മള വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാവേ. നമുക്ക് ആദ്യം മൂലഗണപതിയുടെ ബോൾസ് ഒട്ടിക്കാവേ. അതിനായിട്ട് നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഫുൾ പശ തേക്കാം, എന്നിട്ട് ഒട്ടിക്കാം. നമുക്കിനി ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് പശ തേച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് പാർവതി, ലക്ഷ്മി, സരസ്വതിക്ക് ഒട്ടിക്കാവേ. നമ്മൾ പാർവതി, ലക്ഷ്മി, സരസ്വതി മൂന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കി ആ മുകളിലത്തെ 4 ഒട്ടിക്കാം. മുകളിലത്തെ 5 ഒട്ടിക്കാം. നമ്മൾ ആ ഒരു ഭാഗത്തെ ഫുൾ കൊമളകൾ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സൈഡ് കൊമളകളാണ്, അതായത് സൈഡിലത്തെ നമ്മൾ നവഗ്രഹങ്ങൾ, അഷ്ടവസ്തുക്കൾ എന്നൊക്കെ പറയുന്ന ഈ സൈഡിലത്തേതാണ് നമുക്കിനി ഒട്ടിക്കാനുള്ളത്. അതും കൂടെ നമുക്ക് ഒട്ടിക്കാം. കൊമളകൾ മുഴുവൻ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ഭംഗി വന്നത് അല്ലേ. ഇനി നമുക്കിതേ നൂലാണ് കെട്ടിയെടുക്കുക. നൂല് അത് നമ്മൾ ഒട്ടിക്കണം. നമ്മൾ കെട്ടി വെച്ചേക്കുവാണ്. ഇതിന് നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ നൂല് കെട്ടിയത്, അരങ്ങ് കെട്ടിയത് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുവാണ് കറക്റ്റ് കിട്ടുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഏറ്റവും അടിയിൽ വരുന്ന ആ ഒരു റെഡ് കളറ് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെയാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഒട്ടിച്ച് തുടങ്ങാനായിട്ട്. ഒട്ടിക്കാന്ന് വെച്ചാൽ ആ നൂല് മാറ്റുക, അതിൻ്റെ അടിയിലത്തെ ആ വെൽവെറ്റിൽ നമ്മൾ നല്ലപോലെ പശ തേക്കുക. എന്നിട്ട് ഓരോ വശമായിട്ട് പശ തേച്ച് നമുക്ക് ഒട്ടിച്ച് മുകൾ വരെ കംപ്ലീറ്റ് ചെയ്യാവേ. നമ്മളിതേ നൂല് മുഴുവൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു ഹെഡിങ് ശരിയാക്കുക. ഹെഡിങ് ഒന്ന് നമുക്ക് കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ ലേസൊക്കെ ഉണ്ട്, അത് വെച്ച് വന്നിട്ട് റെഡിയാക്കുക. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് കൊടുക്കുക. ഹാങ്ങിങ് നമ്മൾ കൊടുക്കുന്നത് ഒരു പൈപ്പാണ്. കാരണം ഇത് ഇത്ര ഒരു നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഒരു PVC പൈപ്പ് പോലത്തെ ഒരു പൈപ്പ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിപ്പട്ടം പൂർത്തിയാവും. അതും കൂടെ ഉള്ളൂ നമുക്കിനി ചെയ്യാനായിട്ട്. ഏകദേശം ഇതിൻ്റെ നടുക്കു ഭാഗത്തായിട്ട് ഇതേ കത്രിക വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ചലത്തിൻ്റെ നൂല് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കത്രിക വെച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാമ്പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഹോൾ ഉണ്ടാക്കാം. കുഞ്ചലത്തിൻ്റെ 2 നൂലും 2 സൈഡിലത്തെ നൂലുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ അടിയിൽ കൂടെ മേളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇവിടെ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെയിം കളർ ത്രെഡ് എടുക്കണമെന്ന് പറയുന്നത്. കാരണം ഇവിടെ കെട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. ഇനി ഈ ത്രെഡ് ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമ്മുടെ ഹെഡിങ്ങും കൂടെ ചെയ്താൽ നമ്മുടെ നെറ്റിപ്പട്ടം പൂർത്തിയാകും. നമുക്കിനി ഇതിൻ്റെ ഹെഡിങ് ചെയ്യാം. ഹെഡിങ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ഒരു പൈപ്പാണ്. PVC പൈപ്പോ അല്ലെങ്കിൽ എന്ത് പൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളതിന് ഹോൾ ഇട്ടിട്ട് ത്രെഡ് ഇടണം. ഇപ്പം ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് പൈപ്പായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇതിന് മടക്കാനായിട്ട് നമ്മളിവിടെ 2 സൈഡിൽ ഓരോ കട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 2 സൈഡ് ഇതേ നമ്മളിങ്ങനെ മടക്കി ആദ്യം ഒട്ടിക്കുക. 2 സൈഡും നമ്മൾ ഇതുപോലെ ഇവിടെ പശ തേച്ചെടുത്തത്. ഇതുപോലെ ഒരു ബഡ്സ് ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണേ.
സൈഡ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൈഡും കൂടെ അങ്ങനെ തന്നെ ചെയ്യാവേ. നമ്മളിതേ 2 സൈഡും അങ്ങനെ തന്നെ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു കാർഡ്ബോർഡ് പീസ് വെക്കാം കേട്ടോ. അത് ഇത്രയും വലിപ്പമുള്ള നെറ്റിപ്പട്ട ആയതുകൊണ്ട് എന്ത് ചെയ്യണം, അതൊന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാർഡ്ബോർഡും കൂടെ നമുക്ക് ഒട്ടിക്കാം. നമ്മളിതേ 2 കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാൻ പോവാണേ. ഉള്ളി വെച്ചിട്ട് ഇതേ ഇങ്ങനെ ഉള്ളി വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളി വെക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ഗം തേച്ച് നല്ലപോലെ വെക്കണം. എന്നിട്ട് ഗം തേച്ച് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കട്ടി വരും ഹെഡിങ്ങിന്. കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ഫോൾഡ് അങ്ങോട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി ഒട്ടിക്കാം. അത് നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഇവിടെയും കൂടെ നമ്മൾ ഗം തേക്കണം. അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ഫോൾഡിങ്ങും കൂടെ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫോൾഡിങ്ങും കൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു അതായത് നമ്മളിങ്ങനെ അടച്ചു വരുമ്പോൾ അത് ഇതിവിടെ നിൽക്കാവുന്ന രീതിയിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നമുക്കിത് ഇങ്ങനെ വരും. ആ കമ്പ് ഇപ്പം നമ്മൾ വേറൊരു റൗണ്ട് PVC ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് നീളത്തിൽ കട്ട് ചെയ്യാത്തത്. കറക്റ്റ് നീളത്തിൽ കട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തൂടെ ത്രെഡ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ഇടാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഈ ത്രെഡ് ഞാൻ ഇതിൻ്റെ അകത്താക്കിയായിരുന്നു, ഇവിടെ മറന്നുപോയതാണ്. നമുക്കിതിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആ ത്രെഡ് ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒട്ടിക്കാവേ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിക്കാം. ആ നൂലും കൂടെ അകത്ത് കയറ്റിയിട്ട് ഒട്ടിക്കാം. ഇപ്പം നമ്മളിതേ ഇങ്ങനെ മടക്കി ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതേ ഇവിടെ PVC പൈപ്പ് വെച്ച് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്കിത് ഇനി ഇവിടെ നമുക്ക് ഗം തേച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് ഒട്ടിച്ചെടുക്കാം ഈ സൈഡ് വരെ. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. നമുക്ക് ലേസ് ഒക്കെ ഒട്ടിക്കാം, അതുപോലെ ബബിൾസ് ഒക്കെ വയ്ക്കാം. നമുക്ക് നോക്കാം. ഇതാണ് ലേസ്. ഇത് ലേസ് നമ്മളിതിൻ്റെ ഒരു വശത്ത് ഗമ്മ് തേച്ചിട്ട് ഇതിങ്ങനെ നേരെ ഒട്ടിക്കുക. ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുക. അപ്പം നമ്മൾ ആ ഒരു വരിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇവിടെയും അതുപോലെ 2 സൈഡിലും കൂടെ ഒട്ടിക്കാവേ. നമ്മൾ അങ്ങനെ ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് ബോൾസോ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ബോൾസ് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണേ. അത് വേണമെങ്കിൽ നമുക്കിങ്ങനെ വെക്കാം. നോക്കട്ടെ എന്താ വെക്കാൻ പറ്റുന്നതെന്ന്. ഈ ഡിസൈൻ ഇങ്ങനെ ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. നമ്മളതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസ് ഇതുപോലെ കുറച്ച് ബോൾസ് നമുക്ക് വയ്ക്കാം. ഇങ്ങനെ കുറച്ച് ഭാഗത്തായിട്ട് നമുക്ക് ബോൾസും കൂടെ വയ്ക്കാം. അതേ നമ്മൾ ഹെഡിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബോൾസിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലത്തെ ഫില്ലിംഗ് ബോൾസ് ഒട്ടിച്ചിങ്ങനെ പൂ പോലത്തെ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രേ ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മൾ ആ മേളിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് മാറ്റി നമ്മൾ റൗണ്ട് പൈപ്പാണ് ഇടുന്നത്. ഇത് കുറച്ച് വെയിറ്റ് താങ്ങേണ്ടത് കൊണ്ട് നമ്മൾ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ട ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ.